Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാൻ തന്നെയാണ്. കാരണം എന്നെക്കാൾ എന്നെ അറിഞ്ഞവർ ആരുമില്ല ഈ ലോകത്ത്. നമസ്കാരം. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നല്ല രീതിയിലും മോശമായിട്ടുള്ള രീതിയിലും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ആ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം വിദ്യാർത്ഥികളിൽ ചെലുത്തുന്നത്? സോഷ്യൽ മീഡിയ ഇതെൻ്റെ കാഴ്ചപ്പാടാണ്. സോഷ്യൽ മീഡിയ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാക്കുന്നത് കുട്ടികളിലല്ല, മുതിർന്നവരില്ല. മുതിർന്നവർക്കാണ് പ്രശ്നം സോഷ്യൽ മീഡിയ കൊണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് 3 തരം വികാരങ്ങളുണ്ട്. കേരളത്തിലൊരു വലിയ പ്രശ്നമായത് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ. എപ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് വികാരം വരുന്നത്, എപ്പോഴാണ് നമുക്ക് ന്യൂട്രൽ വികാരം വരുന്നത്, എപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് വികാരം വരുന്നത്, മീഡിയക്കാരെ കയ്യിലുള്ള കാര്യമല്ല, നമ്മളിലുള്ള കാര്യമാണ്. ഒരു കൊലപാതകം കാണിച്ചാൽ പോലും ആ കൊലപാതകത്തിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ചിന്തകളുണ്ടാക്കാം. അതേ കൊലപാതകത്തിൽ നിന്നും നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തകളുണ്ടാക്കാം. അതിനെ നമുക്ക് വെറുതെ വിടുകയും ചെയ്യാം. ഇത് 3 മീഡിയക്കാരെ കയ്യിലല്ലല്ലോ, ഇത് 3 നമ്മളിലാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയാസ് വരുംതോറും സോഷ്യൽ മീഡിയ അല്ല കുറ്റം പറയാനുള്ളത്, അത് കാലഘട്ടത്തിലൂടെ വന്നതാണ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? പോസിറ്റീവ്നെസ്സാണ്. സ്റ്റീവ് ജോബ്സും ബിൽ ഗേറ്റ്സും ഒക്കെ ലോകം കണ്ട പ്രഗത്ഭന്മാരെല്ലാം പറഞ്ഞത് ഏത് പ്രതിസന്ധിയിലും മുന്നോട്ടുള്ള കാഴ്ച, അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ച. ഒരു സ്വല്പം നെഗറ്റീവ് വേണം, എന്തെങ്കിലും പ്രശ്നങ്ങളെപ്പറ്റി നമ്മളൊന്ന് മുൻകരുതലെടുത്താൽ മതി. പക്ഷേ എൻ്റെ വിശ്വാസം പോസിറ്റീവാണ്. അത് എൻ്റെ പേഴ്സണൽ കാര്യം, എൻ്റെ കുടുംബക്കാര്യം, എൻ്റെ സമൂഹത്തിൻ്റെ കാര്യം, എൻ്റെ സംസ്ഥാനത്തിൻ്റെ കാര്യം, എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം, വിശ്വലോക മനുഷ്യരുടെ കാര്യത്തിലെല്ലാം തന്നെ എനിക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ എല്ലാത്തിനെയും നന്മയിൽ കാണും, നന്മയിൽ ചിന്തിക്കും, നന്മയിൽ പ്രവർത്തിക്കും. ഞാൻ തിന്മയിൽ കാണും, തിന്മയിൽ ഞാൻ എന്നെ അതിൽ കൂടുതൽ ചിന്തിക്കും, ഞാൻ തിന്മയിലേക്ക് പോകും എന്ന് പറയുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയാസിൻ്റെ പ്രസക്തി കൂടുമ്പോൾ എന്നിൽ എൻ്റെ ആത്മശക്തി വളരണം. എനിക്ക് ആത്മശക്തി കുറയുന്ന എപ്പോഴാണെന്നറിയാം? ഞാൻ പാർഷ്യലാകുമ്പോഴാണ്. ഇത് ഇന്ന ചാനൽ എനിക്കിഷ്ടം, അവർ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കും. ഇന്ന ചാനൽ എനിക്കിഷ്ടമല്ല, ഞാൻ കാണത്തേയില്ല. ഇന്നയാൾ പറഞ്ഞു, അത് പറയണ എല്ലാം എനിക്കിഷ്ടമാണ്, ഇന്നയാൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. അതിനാണോ ഇത്രയും നാൾ പഠിച്ച് ഇത്രയും വലിയ ആളായത്? സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവ് ഒരാൾക്കുണ്ടായാൽ ഈ ഒരു മുതിർന്ന വ്യക്തികളിലേക്ക് മീഡിയയ്ക്ക് ഒരു സ്വാധീനമില്ല. മീഡിയ ഇൻഫർമേഷൻ തരുന്നു, സ്വീകരിക്കുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, പോകുന്നു. അഗ്നി മാതിരിയാണ്, എന്ത് കൊണ്ടിട്ടാലും കത്തിക്കുന്നു, ചൂടും വെളിച്ചമായി മാറുന്നു. അതാണ് വേണ്ടത്. അങ്ങനെ ആവുമ്പോൾ കുട്ടികളിലേക്ക് ചിന്തിക്കുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഭയമാണ്, അവരിത് കണ്ടാൽ എങ്ങനെയാകും എന്ന് നമ്മളുടെ ഭയം കുട്ടികൾക്ക് ആത്മശക്തി ഇല്ലാത്ത കുട്ടികളായി വരുന്നത് കൊണ്ടാണ്. കുട്ടികൾക്ക് ആത്മശക്തി ഉണ്ടാകണം, റെസിലിയൻസ് ഞങ്ങളുടെ വാല്യൂപ്പെട്ടൊരു വലിയ കാര്യമാണ്. എന്തിനുള്ള റെസിലിയൻസ്? എന്നിലുള്ള വിശ്വാസം, എൻ്റെ സ്വഭാവത്തിലുള്ള വിശ്വാസം,
എൻ്റെ വ്യക്തിത്വത്തിലുള്ള വിശ്വാസം ഞാനിതെങ്ങനെ പ്രകടിപ്പിക്കും? അപ്പോൾ സെക്ഷുവൽ സൈറ്റ് സീൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ കഞ്ചാവ്, കള്ള്, ഇതിനൊക്കെ സ്വാധീനിക്കും. പലതും സ്വാധീനിക്കും ഒരു കുട്ടിയെ എങ്ങനെ അതിനെ മറികടക്കും എന്നുള്ളത് ആദ്യം കാണിക്കുന്നതിന് മുമ്പേ അതെന്താണെന്ന് അവൻ അറിയണം. നമ്മളെപ്പോഴും അത്ഭുതത്തിൽ ചെന്ന് വീഴുന്ന നമുക്കറിയാത്ത കാര്യങ്ങളിലാണ്. എന്താണെന്ന് അറിയുമോ പിന്നെ അതിൽ അത്ഭുതമില്ലല്ലോ. അപ്പോൾ ആദ്യം കുട്ടിക്ക് ഇതെല്ലാം എന്താണെന്ന് അറിയണം. അതെങ്ങനെ അവനെ അറിയിക്കും? അവൻ്റെ മനസ്സിലാക്കണം, ഇതെന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ദോഷവശം എന്താണെന്ന് അറിയണം. ഒന്ന് ക്യാൻസർ കെയർ ആശുപത്രി വരെ കൊണ്ടുപോകാമോ? പിന്നെ അവൻ ജന്മത്ത് കള്ളും കഞ്ചാവും ഒന്നും പഠിക്കത്തില്ല. അവൻ പഠിച്ചു, അവിടെ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കേണ്ടി വരും. പക്ഷേ അവൻ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞാൽ പിന്നെ അവനെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവന് യാതൊരു താല്പര്യമില്ല. ആത്മശക്തിയായി കഴിഞ്ഞു. നമുക്ക് ബോധവൽക്കരണമാണ് ഇല്ലാതാകുന്നത്. നന്മയേത് തിന്മയേതെന്നുള്ള ബോധവൽക്കരണം ആണ് റെസീലിയൻസ്. എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അതിന് ഞാൻ എന്നെ കൊണ്ട് കാണിക്കണം. എനിക്ക് എല്ലാ ചീത്ത സ്ഥലങ്ങളും എന്നെ കാണിച്ചിട്ട് എന്തുകൊണ്ടിത് വന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമുണ്ടെങ്കിൽ കുട്ടികൾ ഇതിലൊന്നിലും എഴുതില്ല. കണ്ടാൽ പോലും കണ്ടിട്ട് പോവും. അവനൊന്നിനും അഡിക്റ്റ് ആവില്ല. എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കരുതേണ്ടത് കുട്ടികളെ എല്ലാം മനസ്സിലാക്കുക, കുട്ടികളെ ചീത്ത വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. വാക്സിനേഷൻ മാതിരി ഒരിക്കൽ ചീത്ത വശം മനസ്സിലാക്കിയാൽ അവൻ നന്മയിലേക്ക് വരും, അവൻ നിതാന്ത സന്തോഷത്തിലേക്ക് വരും, അവൻ നിതാന്ത ആത്മധൈര്യത്തിലേക്ക് വരും. പകരം അവനെ നിയന്ത്രിക്കാൻ പോയാൽ, മൊബൈൽ കൊടുക്കാതിരുന്നാട്ടെ, അവൻ പോയി കണ്ടോളും. അവനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നു, ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നു, അവൻ അറ്റ് എനി കോസ്റ്റ്, നദിയെ മാതിരിയാണ്, എങ്ങനെ ബ്ലോക്ക് ചെയ്താലും പോവും, അത് പോയി കാണും. ഈവൻ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ അതാ ചെയ്യുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ കുട്ടികളിൽ ഒരുപാട് സെക്യൂരിറ്റി ഇടാറില്ല. പക്ഷേ അവർക്ക് മോറലി അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും. എന്ത് വരും, എന്ത് വരില്ല, എന്ത് ചെയ്താൽ നിൻ്റെ അഭിമാനം നിലനിൽക്കും, എന്ത് ചെയ്താൽ നിൻ്റെ അഭിമാനം പോകും. വരും വരായികളെ മനസ്സിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഗുണപാഠമൊന്നും വേണ്ട. അവൻ താനെ ഈ മോറൽ സയൻസും വേണ്ട. മോറൽ സയൻസിലൂടെ പഠിക്കുന്നതൊന്നും മനസ്സ് നിൽക്കത്തുമില്ല. അതുകൊണ്ട് നൈസർഗികമായിട്ട് മനസ്സിൽ വരുന്ന വാസനകളാണ്, അതാണ് മീഡിയയിലൊക്കെ ചെന്നിട്ട് കിട്ടുന്നത്. ആ വാസനകളുടെ ദൂഷ്യ ഗുണ ഭാവങ്ങൾ ഈ കുട്ടി മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അതിനുള്ള അവസരം കൊടുക്കണം. അതവൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കാനുള്ള അവസരം രക്ഷകർത്താക്കളും സ്കൂളുകളും ഈ സമൂഹവും കൊടുത്താൽ മതി. ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. കാരണം ഇതൊന്നിനെയൊന്നും മാറ്റാൻ പറ്റില്ല. ഞാൻ എല്ലാ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ പോയിടത്തൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉള്ള മാതിരി ഈ മീഡിയയുടെ പിറകെ സമയം കളയുന്ന വ്യക്തികളെ ഞാൻ കാണാറില്ല. എല്ലാവരും അവരവരുടെ ജോലി തിരക്കിലാണ്. എല്ലാവർക്കും അവരുടെ ജോലിയുണ്ട്. ജോലി കഴിഞ്ഞാൽ അവരുടെ ഹാപ്പിനെസ് ലൈഫുണ്ട്, അവരുടെ ഭക്ഷണം, അവരുടെ ക്ലബിങ്, അവർ ജീവിച്ചു പോകുന്നു. നമ്മളെ നാട്ടിലാണ് ജോലിയുമില്ല, ഒന്നും നോക്കണ്ട, ഈ മീഡിയയിൽ തന്നെ നിന്നിട്ട് പക്ഷങ്ങളെല്ലാം പിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് തികച്ചും നമ്മുടെ നാടിന് നല്ലതല്ല. പക്ഷേ അതിലേക്കൊരു കൾച്ചർ ഉണ്ടാകണം. അതിനും എല്ലാം ഞാൻ കാണുന്നത് ഈ സ്കൂളുകളാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് 25 വർഷം കഴിയുമ്പോൾ യുവാവായി വരുന്നത്. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എന്താണോ പുറത്തു കൊണ്ടുവരുന്നത് അതായിരിക്കും നമ്മുടെ രാജ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഏത് മീഡിയ വന്നാലും ഇനി എന്തൊക്കെ നടന്നാലും എല്ലാ കുട്ടികളിലും ആദ്യം വരേണ്ട ഒരു വികാരമുണ്ട്. അത് ഈ സമൂഹവും ഈ സോഷ്യൽ മീഡിയയും നമ്മളും രക്ഷകർത്താക്കളും എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നാളെ ഈ നാടിനൊരു ഭാവി വേണമെങ്കിൽ അവരിലെല്ലാത്തിലും വരേണ്ടത് ഇതെൻ്റെ രാഷ്ട്രം, പേട്രിയോട്ടിസം. എന്തൊക്കെ ഇവിടെ നടന്നാലും ഞാനും എൻ്റെ രാജ്യവും എനിക്ക് ഏറ്റവും വലുതാണ്, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നുള്ള ഒരു വികാരം ഏറ്റവും ആദ്യം ഒരു കുട്ടിയിൽ വരേണ്ടതാണ്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഒറ്റ രാഷ്ട്രം, ഒരു ഇന്ത്യ, എൻ്റെ രാജ്യം, ആൻഡ് ഐ ആം പെട്രിയോട്ടിക്. അത് കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്.
Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. കൊച്ചിക്കും തിരുവനന്തപുരത്തിനുമിടയിൽ ആദ്യമായി ഒരു നാടിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെ പ്രതിഭയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ജീവന്റെ കാവലായി ഒരാശുപത്രി. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിൽ ഇനി നിങ്ങൾ സുരക്ഷിതരാണ്. Gulf Brothers Hair Fixing. Wipe your baldness forever. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Al Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 05007 0501741141154. നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കേ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയറൊക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഒരു ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. Hello and welcome to another segment with Aras Medical Devices Exclusive. In today's pandemic situation, we're going to learn more about saving life from the coronavirus with oxygen systems which are used in hospitals and healthcare sector. Today's segment is all about that. Good evening to all. My name is K.C. Babu from Aras Medical Devices Equipment Co. LLC, the managing director of the group. We are providing almost every area from Dubai to Middle East, Africa and Asian countries. We are providing medical gas system. All this we are providing for the patient care. Oxygen is the main subject we are handling. Oxygen, nitrous oxide, medical air, medical vacuum, AGSS with a different central medical gas system. During this coronavirus, we are almost covering the
almost every area with the support of a PSI unit, PSI means processing absorption unit, from the taking the oxygen from the air, and we are preparing that for the oxygen use. Then also we are providing a VAE, vacuum insulative operators unit, providing as a liquid oxygen tank, which is providing to the patient. Also compressed air, compressed gas system cylinders. Then from the compressed gas cylinders we are providing oxygen, nitrous oxide, Endanox, or oxygen and nitrous oxide mixer. Then you got air, also surgical air, and CO2, and also we are providing a nitrogen. This compressed gas system we are providing through the manifold to the patient, or in the hospital, or in the treatment area, like a recovery, CCU, treatment rooms, ICU, operation theatres. All this area which we are providing from the through the outlets, we are connecting from the, we are taking from the central pipe medical gases through the ceiling. Then we are providing a sound storage unit. Then after that, to control the through the outlet. From the outlet we are providing through the flow meters, regulators, and everything. Then it is connected to the machine like a ventilators, oxygen flow meters connected to the patient. All this line we need to have a very good design is to be done. We are almost 200 engineers are working for in the group. Therefore, everybody is trained. When you are talking about the training, means we are providing authorized engineers training, authorized patient training, competent patient for medical gas installation. Also, we are providing a maintenance. We are providing a cylinder management system. Also, we are providing the nurses. We are providing the training for them, and the dedicated nurses we are providing. Mainly, we are talking to the training means, if we are not providing a proper training to the staff or the people who are handling this, it will be very difficult to handle this gas system. Therefore, we are providing everywhere, we are providing the training. Once we finish the complete installation, central medical gas, we are providing the training to the staff. Therefore, we are always in the prompt, and also the engineers, we got a maintenance engineers, they are providing a non-station and station maintenance people are there. They are providing in the on-site operations that we are doing. Also, non-station people are actually going, and whenever there is an emergency, we are covering the area totally from almost we are covering 200 to 300 kilometers away from Dubai. We go with our vehicle to the technician emergency service we are carrying out. This is the system we are providing everywhere in the UAE. The similar setup also we are providing to the, and we are giving the training. The training which we are talking about, like authorized person and also competent person, and a porter training, and also nurses, dedicated nurses training we are providing to them to how to use the gas system. This is what we are providing in the Middle East area, and also in Dubai, also Abu Dhabi. Wherever the places they need training, we are providing that. That is what we are always trying to do. This is the way we can provide it to every area. We are actually now, we started to manufacturing the facilities now. This is like a compressed air system, oxygen system, nitrous oxide system, air, vacuum, all the system we are actually manufacturing, the plant and equipments and everything. It will be easy for to use everywhere, and also it is available now quickly. This the quality of the system also we have to be covered, like a pharmacopoeia standards. The pharmacopoeia standard we are, because the quality of the gas should be 100% clear. Therefore, we have to provide a pharmacopoeia standard everywhere in the area where we are using our medical gas system. Thank you very much, and we will see you next time. That brings us to the end of this episode with Aras Medical Devices exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye-bye. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman.
Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Gulf Brothers Hair Fixing. Wipe your baldness forever. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഇടയിൽ ആദ്യമായി ഒരു നാടിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെ പ്രതിഭയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ജീവന്റെ കാവലായി ഒരാശുപത്രി. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിൽ ഇനി നിങ്ങൾ സുരക്ഷിതരാണ്. നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ടവർ ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റാ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റാ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ. ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. Al-Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, parodontist and endodontist. Al-Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 05007 050174154. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, നമ്മുടെ ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ അങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. നമസ്കാരം, ഞാൻ ഡോക്ടർ മുരളീകൃഷ്ണൻ, കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെയും ചങ്ങനാശ്ശേരി സഞ്ജീവനി ആശുപത്രിയിലെയും പെയിൻ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് കോവിഡിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളിൽ പലരോടും കോവിഡ് വന്ന രോഗികളോട് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീട്ടിൽ കഴിയുവാനും നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുവാനും സമയാസമയങ്ങളിൽ ശരീരോഷ്മ അളക്കാനും സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുവാനും പറയും. എന്താണ് സാച്ചുറേഷൻ? ഓക്സിജൻ സാച്ചുറേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലെ പ്ലാസ്മ വഴി രക്തത്തിലെ ചുവന്ന രക്താണുക്കളിലേക്ക് എത്തുന്ന, അതിനുശേഷം ആ ചുവന്ന രക്താണുക്കളെ പൂരിതമാക്കുന്ന ഓക്സിജൻ്റെ ഒരു അളവാണ്. എത്രമാത്രം ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഘടകം പൂരിതമാക്കപ്പെടുന്നുണ്ട്, അത് ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് കടക്കുന്ന ഓക്സിജൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. അതായത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. വേറെ പല കാരണങ്ങളും ഓക്സിജൻ്റെ അളവിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രധാനമായും കോവിഡ് രോഗികൾ ഇത് ഹാർട്ട് ലങ് പ്രവർത്തനങ്ങളുടെ ഒരാകത്തുകയായിട്ടാണ്
കാണേണ്ടത്. എങ്ങനെയാണ് ഓക്സിജൻ സാച്ചുറേഷൻ മാർക്ക് അളക്കുന്നത്? പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച്. പൾസ് ഓക്സിമീറ്ററുകൾ പലതരത്തിലുള്ളതുണ്ട്. നേരിട്ട് രക്തത്തിനെ എടുത്ത് ഓക്സിജൻ സാച്ചുറേഷനും ഓക്സിജൻ്റെ പ്രഷറും രക്തത്തിലെ ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും ഒക്കെ നേരിട്ട് അളക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ വീട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം? ഇതാണ് പൾസ് ഓക്സിമീറ്റർ. ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന് അറിയപ്പെടുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഉപകരണം. പൾസ് ഓക്സിമീറ്ററിൽ ചില മാർക്കിങ്സ് ഉണ്ട്. SpO2, ലോ ബാറ്ററി, പിന്നെ പൾസ് റേറ്റ്, പിന്നെ ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഈ ഫിംഗർ പൾസ് ഓക്സിമീറ്ററിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വിരൽ കടത്തി വെച്ച് കഴിഞ്ഞ് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓണാവും. പക്ഷേ വിരൽ മാറ്റി കഴിയുമ്പോൾ തന്നെത്താനെ ഓഫായി പോവുകയാണ് പതിവ്. അതിനുവേണ്ടി ഓഫ് സ്വിച്ച് ഞെക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരു സെൻസറും ഒരു ലൈറ്റ് എമിറ്ററും. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഞെക്കുമ്പോൾ അകത്തൊരു ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ ലൈറ്റ് വരുന്ന ഭാഗം നഖത്തിൻ്റെ മുകളിലായും മറ്റേ സെൻസർ അടിയിലും വരുന്ന വിധത്തിൽ വേണം പൾസ് ഓക്സിമീറ്റർ വെക്കുക. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഏകദേശം ഒരു 30 സെക്കൻഡോളം വെയിറ്റ് ചെയ്യുക, റീഡിങ് സ്റ്റേബിളായി കിട്ടുക. ഇപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ 98%, പൾസ് റേറ്റ് 96 എൻ്റെ പൾസ് ഓക്സിമീറ്ററിൽ റീഡ് ചെയ്യുന്നുണ്ട്. ആധുനികമായ മോഡലുകളിൽ ഒരു പ്ലത്തിസ്മോഗ്രാഫിക് വേവ് ഫോമും കൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് വർക്ക് ചെയ്യുന്നത് ഫോട്ടോപ്ലത്തിസ്മോഗ്രാഫി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഏകദേശം കൃത്യമായിട്ടുള്ള ഓക്സിജൻ സാച്ചുറേഷനാണ് നല്ല പൾസ് ഓക്സിമീറ്ററുകളിൽ കിട്ടുക. പലപ്പോഴും വളരെ വില കുറഞ്ഞ പൾസ് ഓക്സിമീറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഡിമാൻഡുള്ള നല്ല കമ്പനികളുടെ പൾസ് ഓക്സിമീറ്ററുകൾ വാങ്ങിക്കുക എന്നുള്ളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം നിങ്ങൾ ക്ഷമയോടുകൂടി ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള റീഡിങ് വരാൻ വേണ്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഓക്സിജൻ സാച്ചുറേഷൻ താഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലെല്ലാം വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ റെഗുലറായി ഈ പൾസ് ഓക്സിമീറ്ററിൻ്റെ റീഡിങ്ങുകൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our email ID is focus123@gmail.com. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Ansi Harshal, signing off. Stay safe, stay responsible. Focus. Presented by West London, Rakis Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever.